ഗൈസ് അങ്ങനെ നമ്മളിപ്പോൾ നിൽക്കുന്നതാണ് പോത്തമ്മയുടെ വ്യൂ പോയിന്റ്. നല്ല ഏലത്തോട്ടത്തിൻ്റെയും തേയിലത്തോട്ടങ്ങളുടെ ഒക്കെ നടുക്കി കൂടെ കടന്നു വന്നിട്ട് ഈ ഒരു വ്യൂ പോയിന്റിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് കേട്ടോ. നമ്മൾ വന്ന വഴി അത്ര മനോഹരമെന്നല്ല ഈ ഒരു വ്യൂ പോയിന്റെങ്കിലും ഈ വ്യൂ പോയിന്റും അടിപൊളി തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വ്യൂ പോയിന്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ തണുപ്പാണ്. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല ഇവിടെ തണുപ്പ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ ഇരുന്നതിന് ശേഷം ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നപ്പോൾ ഒരു ചെക്ക് ഡാമിൻ്റെ അവിടെയാണ് എത്തി നോക്കണത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തണുപ്പായിരുന്നു. കാരണം നിങ്ങൾക്ക് ആ വെള്ളത്തിലേക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ അറിയാം ആ ഒരു വെള്ളത്തിൽ നിന്ന് പുകയൊക്കെ പോണത് കണ്ട ഇത്രയും തണുപ്പായിരുന്നു ഇവിടെ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചെക്ക് ഡാമിൻ്റെ ഷട്ടറൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു ഷട്ടറൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല. വ്യൂ മാത്രമല്ല ഇവിടെ തണുപ്പാണ് മെയിൻ ഹൈലൈറ്റ്. ഇപ്പോൾ സമയം ഏകദേശം 8 മണി 8:30 ആയി, എന്നിട്ടും ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ചെക്ക് ഡാമിൻ്റെ ഒരു പാലം നമ്മൾ കടന്ന അപ്പുറത്തേക്ക് എത്തുന്നത് നേരെ മൂന്നാറിൻ്റെ മെയിൻ റോഡിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇതുമ്പോഴൊക്കെ തൊടുമ്പോൾ എന്ന് പറഞ്ഞാൽ കയ്യൊക്കെ ഇത് കണ്ടോ വിറയ്ക്കണ കണ്ട. അപ്പോൾ അത്രയും തണുപ്പായിരുന്നു ഈ ഒരു പോത്തമ്മയുടെ വ്യൂ പോയിന്റ് വഴി വന്നപ്പോൾ നമ്മൾ മൂന്നാർ എത്രയും മുന്നേ അനുഭവിച്ചത് കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ നല്ല വീഡിയോസ് കിട്ടാൻ വേണ്ടി ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോട്ടോ.